ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് അതായത് നക്കര ഫാമിലാണ്. അതായത് കറക്റ്റ് കുരുമ്പശ്ശേരിയിൽ നക്കര ഫാം. അമ്മിയനെ കുറിച്ച് നിങ്ങൾക്ക് ചിലർ കണ്ടിട്ടുണ്ടാവും. ഇനി അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് LLB സ്റ്റുഡൻ്റ് ആണ്. അതായത് ഫൈനൽ ഇയർ അവിടെ ഗവൺമെൻറ് ലോ കോളേജിൽ പഠിക്കുകയാണ് പുള്ളിക്കാരി. അതോടൊപ്പം തന്നെ പാർട്ട് ടൈം എന്ന് പറയാൻ പറ്റില്ല, ആളുടെ ഒരു ലൈഫ് ആളുടെ കൃഷിയിലേക്ക് ഫുള്ള് ഇറക്കിയേക്കാണ് അല്ലേ. കൃഷി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഫാമിംഗ് സിസ്റ്റം മൊത്തത്തിലൊരു പശു, അതുപോലെ തന്നെ മീൻ എല്ലാം. ഒരു പശു നിന്ന് കിട്ടുന്ന പരമാവധി നിങ്ങൾക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ അമിയ, ഇവിടെ ഇരിഞ്ഞാലക്കുട കൊരുമ്പിശ്ശേരി എന്ന ചെറിയ ഗ്രാമത്തിലാണ് വീട്. പഠിക്കണത് ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂർ, ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫാമും കാര്യങ്ങളായിട്ട് ഒരു 5 കൊല്ലത്തോളമായി ഇവിടെ നടന്നു പോകുന്നു. എത്ര വയസ്സായെന്നും കൂടി പറ. എനിക്ക് 22 ഇയേഴ്സ് ആയിട്ടുള്ളൂ. ആൻഡ് ഇപ്പോൾ ഈ സാധനം ഇങ്ങനെ ഒരു ഹൈക്കായി വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ BBA LLBയുടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട് നമുക്കൊരു അസൈൻമെൻ്റ് ആയിട്ട്. സോ അതിൽ ഇങ്ങനെ ലോക്ക്ഡൗൺ സമയത്ത് എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നതായിട്ട് ഇങ്ങനെ വണ്ടടിച്ചിരിക്കുമ്പോഴാണ് പ്രൊജക്റ്റിൻ്റെ ഗൈഡായ ഷാരോൺ സാറും അതുപോലെ എൻ്റെ നിധി സാറ്, ഷാദിയ മേഡം എല്ലാം കൂടിയിട്ട് ഒരു ഗീവേ പോലെ ഇവിടുത്തെ ഫാമിൽ തന്നെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നുള്ള സജഷൻ വെച്ച് അങ്ങനെ റീറ്റെയിൽ മാർക്കറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രാറ്റജീസ് ഓഫ് റീറ്റെയിൽ മാർക്കറ്റിംഗ് എന്ന ടോപ്പിക്കിൽ പ്രൊജക്റ്റ് തയ്യാറാക്കി തുടങ്ങിയത്. ഒരു തീരുമാനത്തിൽ പറയുകയാണ് ഈ ഫാം മാർച്ച് തൊട്ട് ലോക്ക്ഡൗൺ തുടങ്ങുമ്പോൾ തൊട്ടായിരുന്നു നമ്മുടെ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ. അപ്പോഴേ തൊട്ട് ഇങ്ങനെ പ്രോസസ് മീൻസ് ആ ഒരു തീരുമാനത്തിൽ വരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്ട്സുകൾ ആഡ് ചെയ്തതും അതുപോലെ തന്നെ ഇങ്ങനെ മാർക്കറ്റിംഗ് കൂടിയതും ഒരു ലോഗോ ഡിസൈൻ ചെയ്യലും വെബ്സൈറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് കുറച്ച് ശ്രദ്ധിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തത്. എൻ്റെ ഒരു സ്വപ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് കേരളത്തിൽ മാത്രമല്ല മറ്റെല്ലായിടത്തേക്കും അവർക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ റീറ്റെയിലിംഗ് സർവീസ് എല്ലാം ഡയറക്റ്റ് എത്തിക്കാൻ പ്യൂറായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ഒറിജിനൽ സാധനം എത്തിക്കണം നേരിട്ട് എത്തിക്കണം എന്നാണ് ആ ഒരു വീടുള്ളത്. ആൾക്കാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈസിംഗിൽ നല്ല കറക്റ്റ് ഇത് കിട്ടും ചെയ്യും, നല്ല സാധനം കിട്ടും ചെയ്യും. അതിനിടയിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നങ്ങൾ വരാൻ സാധ്യത കുറവും ചെയ്യും. അപ്പോൾ ഏതായാലും ഞാൻ അമ്മയുടെ ഫാമും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. മിക്കതും ഈ വീഡിയോ അധികം ലെങ്ത് ചെയ്തുകൊണ്ട് 2 പാർട്ടായിട്ടായിരിക്കും നമ്മുടെ ചാനലിൽ വരിക. അപ്പോൾ ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മളെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് നേരെ ഫാം കാണാൻ പോലെ. ഇതാണ് നമ്മുടെ അമ്മിയുടെ ഫാം, അതായത് കാറ്റിൽ ഫാം അല്ലേ. ഇപ്പോൾ ഇവിടെ എത്ര തരം പശുക്കളുണ്ട്? ഇതിൻ്റെയൊക്കെ വെറൈറ്റികൾ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുണ്ടോ? പശുക്കളിൽ തന്നെ വെറൈറ്റികളായിട്ടുണ്ടോ? വെറൈറ്റികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് വരുന്നത് ജേഴ്സി, സിന്ധി, HF അല്ലെങ്കിൽ അതിൻ്റെ ക്രോസുകൾ. അല്ലാണ്ട് വേറെ വെറൈറ്റികളൊന്നും നമ്മുടെ ഇതിൽ ഇല്ല. കൂടുതൽ പാൽ ലഭിക്കുന്ന ഏതാ? കൂടുതൽ ജേഴ്സിക്കാണെങ്കിൽ നല്ല കട്ടി പാലായിരിക്കും. ആൻഡ് HFനാണെങ്കിൽ കുറച്ച് നീതുണ്ടാവും, പക്ഷേ പട്ടി കുറവുണ്ടാവും. പക്ഷെ നമ്മുടെ എല്ലാത്തിനും നല്ല കട്ടിയോട് കൂടിയുള്ള നല്ല കുഴപ്പമോട് കൂടിയിട്ടുള്ള പാലുകളാണ് വരുന്നത്. മുന്നൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ എന്തൊക്കെ നമുക്ക് വേണം? നമുക്കൊരു 5 പശുവിന് കൂടുതൽ വേണമെങ്കിൽ ലൈസൻസ് വേണം. അങ്ങനെ കുറേ നൂലമാലകളിലൊക്കെ ഉണ്ടായിരുന്നു. ലൈസൻസിന് വേണ്ടിയിട്ട് ബയോഗ്യാസ് വേണം, എർമി കമ്പോസ്റ്റ് വേണം, മീൻസ് ഇത്ര ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം എന്നൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് കുറച്ചും റിലാക്സ് ചെയ്തിട്ട് 20 പശുവിന് കൂടുതലുള്ളവർക്കാണ് ലൈസൻസിൻ്റെ ആവശ്യമുള്ളൂ. നമ്മുടെ നാട്ടിൽ തന്നെ ഈ പാലും ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് എൻകറേജ്മെൻറ്റായിട്ടാണ് അവരിപ്പോൾ ഇങ്ങനത്തെ റൂൾ എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരെണ്ണം തുടങ്ങി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന പാലിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പാല് നമ്മളൊരു 75ഓളം വീടുകളിൽ നമ്മൾ പാലായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈഡ് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. തൈര്, മോര്, പനീർ, ചിപ്പ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പശുവിന് കിട്ടാവുന്ന പരമാവധി സാധനങ്ങൾ കാര്യങ്ങൾ നമ്മൾ എടുക്കേണ്ടത്. വേസ്റ്റ് ആയാലും നമ്മളത് നല്ല റീസൈക്കിൾ ചെയ്തിട്ട് നമ്മളത് മാന്യൂറായിട്ട് കൊടുക്കുന്നു. ഗോമൂത്രം, അതുപോലെ തന്നെ ചാണകം, എല്ലാം A to Z. പശുവിന് എന്തൊക്കെ കിട്ടുന്നോ അവസാനിക്കുന്നത് എന്തോ അതുവരെ ഫുൾ പ്രൊഡക്റ്റുകൾ ഇവര് പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഗ്രോ ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ചാണകപ്പൊടിയും മണ്ണും കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. ചാണകപ്പൊടി അപ്പുറത്തുണ്ട്, കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ പശുക്കൾ മാത്രല്ല കേട്ടോ, ഇവിടെ പിന്നെ എന്തൊക്കെയുണ്ട്? ഇവിടെ നമ്മളെ കോഴിയുണ്ട്, മൊയിലതേ അവിടെ. അതെ, മൊയിലിന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആണ് അനീതി. അതെ, അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു നമ്മുടെ ഗേൾസ് സ്കൂളില്. അങ്ങനെ കുറെ തരം പേരുണ്ട്. ചോട്ടു, മോട്ടു, അത്
അത് മോഹു എല്ലാത്തിനും പേരുകളൊക്കെ ഉണ്ട്. ഇപ്പൊ മൊയിലിപ്പോ ഒരു ഇതായിട്ട് തുടങ്ങുന്നതാണോ, അതായത് ജസ്റ്റ് ഒരു പെറ്റ് എന്നുള്ള ഇതില്? ഇവളൊരു ആഗ്രഹത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുള്ളൂ. നമ്മൾ കമേഴ്ഷ്യലൈസ് ആയിട്ടില്ല. അത് ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ തുടങ്ങി അതാണ് കൂടൊക്കെ ആക്കിയിട്ടുണ്ട്. കുറച്ച് പണി കുറച്ച് പണി എക്സ്ട്രാ ഫിറ്റിങ്ങൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ. ഇതിപ്പോ ഈ കാണുന്ന ഒരു ബിൽഡിംഗ് ഇപ്പൊ ചെയ്തതാണോ, ഇതിനു വേണ്ടിട്ട് ചെയ്തെടുത്താണോ? വേണ്ടി ചെയ്തിട്ടുണ്ട്. ഫാം പശുക്കൾ ഇതിന് വേണ്ടിയിട്ടുള്ളത്. ഇതിനുള്ളിൽ നമ്മുടെ മിൽക്കിംഗ് പ്രോസസ്സുകളൊക്കെ ഇതിലാണ് നടക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്തൊക്കെയുണ്ട്? പച്ചക്കറി ആയിട്ട് ഇപ്പൊ തക്കാളി ഉണ്ട്, ഒക്കെ ജൈവവളം ഇട്ടുണ്ടാക്കുന്നത്. അതായത് ഇവിടുന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ് കൊണ്ട് തന്നെ ഇവിടെ ഇട്ട് ഉത്പാദിപ്പിച്ചിട്ട് സെയിലും ചെയ്യും. നമ്മുടെ അടുത്ത് പറഞ്ഞു ഇവർക്ക് ലോക്ക്ഡൌൺ അല്ലേ, അപ്പോ ഇവർക്ക് പുറത്തിറങ്ങി മേടിക്കാനും പിന്നെ വിശ്വസിച്ച് വാങ്ങിക്കാനൊന്നും ഇതില്ല. അപ്പോ നമുക്ക് ചെറിയ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്തു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ നമുക്ക് ഇതൊക്കെ ഫേസ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചലഞ്ചുകളായിട്ട്? ഒരുപാട് ചലഞ്ചസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓഫീസേഴ്സിലായാലും മീൻസ് നമുക്ക് ഗ്രാൻഡുകൾ കിട്ടാൻ പുതിയ ഡിലേ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ മീൻസ് മാർക്കറ്റിങ്ങിൽ കുറച്ച് ഫസ്റ്റ് തുടക്ക സമയത്ത് മാർക്കറ്റിങ്ങിലൊക്കെ. പക്ഷേ നമ്മുടെ പ്രൊഡക്ട്സ് പ്രാവശ്യം ഒരാൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരിക്കലും ഒരാൾ കുറ്റം പറയാണ്ട് അവരെന്നെ മാർക്കറ്റ് ചെയ്ത് പോയത്. നമുക്ക് അതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഒരു അഡ്വർടൈസ്മെന്റ് ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ നിങ്ങൾ എങ്ങനെ സെയിൽ ചെയ്യും? ഹോം ഡെലിവറി ഉണ്ടെന്ന് തോന്നുന്നു. വെബ്സൈറ്റ് ഉണ്ട് nakarafarm.com എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും അതൊന്ന് ചെക്ക് ഇൻ ചെയ്യുക. അപ്പൊ അതിൽ വരെ പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പയറുണ്ട്, മഞ്ഞളുണ്ട്, കുറ്റിപ്പയറുകളാണ് വരുന്നതൊക്കെ. മത്തങ്ങ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ. അവര് ചൊവ്വാഴ്ച തൃശ്ശൂർക്ക് പോകുമ്പോ ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടിയുള്ള പച്ചക്കറിക്കുള്ള സാധനങ്ങൾ കൊണ്ടാണ് എന്റെ വണ്ടി ഇടുക. ഇനിയിപ്പോ നമുക്ക് അടുത്തതായിട്ട് കാണാൻ പറ്റുന്നത് നമ്മുടെ അമ്മയുടെ കോഴിയാണ്, കോഴി ഫാം. ഇതിപ്പോ ഒരു ചെറിയ തോതിൽ തുടങ്ങി. ഇത് മുട്ടക്കോഴിയാണോ സംഭവം? ഇതിപ്പോ നിങ്ങൾ കൂട് സെറ്റ് ചെയ്താണോ അല്ലെങ്കിൽ ഇതിന് തന്നാണോ? നമുക്ക് കൂടോട് കൂടിയിട്ടാണ് തന്നത്. ഗവൺമെന്റ് ഒരു ലോൺ രൂപത്തിലാണ് തന്നത്. അപ്പൊ അതിന്റെ റീപേയ്മെന്റ് ഒക്കെ നമ്മൾ അങ്ങനെ മുട്ട വിറ്റ കാശുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ റീപേയ്മെന്റുകളെല്ലാം ചെയ്തു വരുന്നു. ഇതിനിപ്പോ തീറ്റയായിട്ട് ഇപ്പൊ എന്തൊക്കെ വരുന്നുണ്ട്? തീറ്റ വരുന്നത് ഇവരുടെ കൃഷി എന്നുള്ള ഒരു കമ്പനിയുടെ തീറ്റയാണ് നമുക്ക് അവര് പ്രിസ്ക്രൈബ് ചെയ്തേക്കണത്. പിന്നെ ഇവരിങ്ങനെ അടുപ്പിച്ച് തന്നെ നിർത്തുന്നുണ്ടോ? അതായത് ആ ചൂട് കിട്ടാൻ വേണ്ടിട്ട് അവർ മുട്ട ഉണ്ടാവണമെങ്കിൽ ഒരു ചൂടുണ്ടല്ലോ, അതിനാണെങ്കിൽ അവർക്ക് ഇത്രയും സ്പേസിങ്ങിലെ പാടുള്ളൂ എന്നുള്ളത് സയന്റിഫിക് ഫോർമുലയിലാണ്. കൂടടക്കം ആണ് നമുക്ക് തന്നത്. എത്ര കോഴികൾ നിർത്താൻ? അങ്ങനെ 25 കോഴികളുള്ള കൂടാണ്. 25 കോഴികളുണ്ടല്ലേ ഈ കുഞ്ഞൊരു കൂടിന്റെ ഉള്ളിൽ? ഈ ഒരു സൈഡിലുണ്ട്. പിന്നെ നിപ്പിൾ ഡ്രിങ്കിങ് ആണ് സിസ്റ്റം അല്ല അവിടെ? ഇവൻ തൊഴുത്തിനുള്ളിൽ കയറുമ്പോൾ കാണാം അവിടെയും നമുക്കൊരു ഡ്രിങ്കിങ് സിസ്റ്റം ഉണ്ട്. അതായത് ഇങ്ങനെ കൊത്തി കൊത്തി കുടിക്കുന്നതാണ്. ഇഞ്ചി, മഞ്ഞൾ, കൊള്ളിക്കിഴങ്ങുണ്ട്. ശരിക്കും ഇത് എത്ര ഏക്കറുണ്ട്? ഏക്കറുണ്ട് അത് 1 ഏക്കർ മൊത്തത്തില് കുളമടക്കം. ഇതൊക്കെ അകത്തിച്ചീര എന്ന് പറയും. നമുക്ക് പശുക്കൾക്ക് കൊടുക്കാൻ നല്ലതാ. അകത്തിച്ചീര നമ്മൾ പഠിച്ചിട്ടുണ്ട് VHSൽ. ന്യൂട്രിയന്റ് ആയിട്ടുള്ള സാധനമാണ് അത്. ചീര പോലെ നമുക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം. പറിച്ചു തോന്നില്ല അത്യാവശ്യം. വീടുകളിലേക്ക് ആൾക്കാർ വരുമ്പോ പറിച്ചു കൊടുക്കാം. പിന്നെ ഇവിടെ വിസിറ്റിംഗ് ടൈം ഇല്ലേ ആൾക്കാർക്ക് വന്ന് കാണാനുള്ള? വൈകുന്നേരം സമയത്തായിരിക്കും. നമ്മുടെ ചാണകത്തിന്റെ പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാണകം ഇതുപോലെ ഷീറ്റ് കെട്ടി താഴെ ഇടും. അപ്പൊ അവര് തന്നെ ഡിഗ്രേഡ് ചെയ്ത് നല്ല സോഫ്റ്റ് പൊടിയായിട്ട് നമ്മുടെ കയ്യിലിട്ടും. ഏറ്റവും എന്താ പറയാ, അങ്ങനെ വേണം നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റണം. അതായത് ഞാൻ ചോദിക്കട്ടെ, ഒരു 2 വർഷമെങ്കിലും പഴകിയ ചാണകമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ എന്തെങ്കിലും? പഴകം തോറും അതിന്റെ ആ കമ്പോസിഷൻ റേറ്റ് കൂടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഇത്. ഇപ്പൊ നമ്മുടെ ആ സൈഡിലുള്ളത് ഏതാണ്ട് 4 കൊല്ലത്തിന്റെ പഴക്കമുള്ളതാണ്. പക്ഷെ അതിനനുസരിച്ച് അതിന്റെ ആ ന്യൂട്രിയൻസ് ചെയ്യും. ഇനിയിപ്പോ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ അമ്മയുടെ കുളമാണ്. അതായത് ഇവിടെ എന്തൊക്കെയുണ്ട് ഇപ്പൊ? ഇതിന്റെ ഉള്ളിൽ ഇപ്പോ ബ്രാല്, കാടു, ഗ്രാസ് കാട്ട്, വാള, ഇതൊക്കെ നാടൻ മീനുകളെല്ലാം ഇതില് ഉണ്ട്. അപ്പൊ നിങ്ങൾ കാണാം പാടത്തിന്റെ അവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. മഴക്കാലത്ത് ഈ 2 ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ വെള്ളങ്ങളും വന്ന് ചേരുന്ന 2 കുളമാണ് അപ്പുറത്തിപ്പുറത്തുള്ളത്. സോ ആ വെള്ളം വന്ന് പുറത്തേക്ക് പോണത് നമ്മുടെ കുളത്തിന്റെ ഔട്ട്ലെറ്റ്. സോ മീനുകൾ ഉള്ള ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവരെപ്പോഴും ശുദ്ധജലം തേടി ഓടി നടക്കുന്ന ഒരാൾക്കാർ. ഇവിടുന്ന് നല്ല വെള്ളം പോകുമ്പോൾ ഈ അവിടെ നിന്ന് വരുന്ന മീനുകളെല്ലാം ഇങ്ങോട്ട് കയറും. അങ്ങനെയാണ് നമ്മൾ കുളത്തേക്ക് മീൻ കയറുന്നത്. പിന്നെ ഇവിടെ എന്തോരം ആഴം വരും ഏകദേശം അടിയിലേക്ക്? ഈ കുളത്തിന്റെ ഉള്ളിൽ വീണ്ടും 4 കുളങ്ങളുണ്ട്. അപ്പൊ ഈ വേനൽക്കാലം ആകുമ്പോ ഈ കുളങ്ങളിലേക്ക് വെള്ളമായിരിക്കും, മീനും ആയിരിക്കും. സ്റ്റെപ്പ് ആയിട്ടാണോ?
അല്ല, ഇവിടെ ഒരു കുഴി, ഇവിടെ ഒരു കുഴി, ഇവിടെ ഒരു കുഴി, ഇവിടെ ഒരു കുഴി, ബാക്കിയുള്ള കുഴി. ഇപ്പൊ ഇതൊരു 10-15 അടിക്ക് വെള്ളം ഉണ്ടാവും. ഇതാണ് നമ്മൾ ഈസ്റ്ററിന് പിടിക്കുന്ന കുളം. ഈസ്റ്ററിന് അന്നോ അല്ലെങ്കിൽ തലേദിവസം മീൻ വന്നാൽ മീൻ കിട്ടും എന്നുള്ള. ശരിക്കും പറയണേ ഇത് പറ്റിയ 2 ദിവസം തന്നെ വേണ്ടി വരും, കാരണം അത്രത്തോളം വെള്ളം നിൽക്കുന്നുണ്ട്. ഇതിലേക്ക് ഇപ്പൊ നിങ്ങൾ എങ്ങനെ ഇറങ്ങാ? ആ ബോട്ട് പോലത്തെ സാധനത്തിലാണ് ബോട്ടിലോട്ട് ഇറങ്ങാൻ തീറ്റിട്ട് കൊടുക്കണൊക്കെ നമ്മള് ബോട്ടിൽ അങ്ങോട്ട് പോകാനല്ലേ?